മീറ്റർ ബ്രിഡ്ജ് സീരീസ് കോമ്പിനേഷൻ എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് to verify the law of combination of resistances using a meter bridge. Apparatus: meter bridge, a battery, galvanometer, resistance box, jockey, 2 resistance wires, a sandpaper, connecting wires. Theory: the resistance of a resistance wire or coil connected in a meter bridge is given by the equation R equal to 100 minus L divided by L into capital R, where capital R is the resistance from the resistance box in the left gap and L is the length of the meter bridge wire from 0 end up to balance point. And also, when two resistances R1 and R2 are connected in series, then their combined resistance is given by RS is equal to R1 plus R2. ഈ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജിന് ഇവിടെ 2 എൻഡ് ഉണ്ട് ടു കണക്ട്. ഒരു എൻഡ് എ ആണ്, ഒരു എൻഡ് സി ആണ്. ഈ 2 എൻഡിൽ നിന്നും എക്സ്റ്റേണലി ഒരു സർക്യൂട്ട് ഉണ്ട്. എ എന്ന എൻഡ് സെല്ലിന്റെ പോസിറ്റീവിലേക്കും സി എന്ന എൻഡ് ഒരു കീ വഴി നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇന്റർചേഞ്ച് ചെയ്താലും പ്രശ്നമില്ല. ഈ മീറ്റർ ബ്രിഡ്ജിൽ എനെയും സിനെയും കണക്ട് ചെയ്ത് ഒരു മീറ്റർ ബ്രിഡ്ജ് വയർ ഉണ്ട്. ആൻഡ് ടു മെഷർ ദ ലെങ്ത് ഇവിടെ ഒരു സ്കെയിലും കൂടെ ഉണ്ട്. ഈ കോപ്പർ സ്ട്രിപ്പ്, ഇതൊക്കെ കോപ്പർ സ്ട്രിപ്പാണ്. കോപ്പർ യൂസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇതിന്റെ റെസിസ്റ്റൻസ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് 1ലാണ് ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് 2വിലാണ് അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അൺനോൺ റെസിസ്റ്റൻസ് ഇൻ ദ സെൻസ് ഏത് വയറിന്റെ റെസിസ്റ്റൻസ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ വയർ ഈ ഗ്യാപ്പിലാണ് കണക്ട് ചെയ്യുക. ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു നോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഫോർ മീറ്റർ ബ്രിഡ്ജ്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ബി, അതായത് സെന്ററിൽ നിന്നും മീറ്റർ ബ്രിഡ്ജിന്റെ സെന്ററിൽ നിന്നും ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ആ ഗാൽവനോമീറ്ററിൽ നിന്നും ഒരു ജോക്കി കണക്ട് ചെയ്തിരിക്കുന്നു. ആ ജോക്കി ഈ മൂവബിൾ ആണ്. ഈ മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മീറ്റർ ബ്രിഡ്ജിന്റെ ഒരു എൻഡിൽ നിന്നും സെല്ലിന്റെ നെഗറ്റീവിലേക്ക്, സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും കീന്റെ ഒരു എൻഡിലേക്ക്, കീന്റെ മറ്റേ എൻഡ് മീറ്റർ ബ്രിഡ്ജിന്റെ മറ്റേ എൻഡിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഏത് വയറിന്റെയാണോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് അത് രണ്ടാമത്തെ ഗ്യാപ്പിലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജിന്റെ സെന്ററിൽ നിന്നും ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്ക്. ഒന്നാമത്തെ ഗ്യാപ്പിലാണ് ഇവിടെ റെസിസ്റ്റൻസ് ബോക്സിന്റെ 2 എൻഡും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ബോക്സിലെ എല്ലാ പ്ലഗ് കീയും ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഇനി 1 ohm ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും 1 ohm ചൂസ് ചെയ്യുന്നു. ഇനി കീ ഇൻസേർട്ട് ചെയ്യുന്നു. ജോക്കി മീറ്റർ ബ്രിഡ്ജ് വയറിന്റെ 2 എൻഡിലും കീപ്പ് ചെയ്യുന്നു. ആ സമയത്ത് ഗാൽവനോമീറ്ററിൽ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ ആണെങ്കിൽ നമ്മുടെ കണക്ഷൻ കറക്റ്റ് ആണ്. മീറ്റർ ബ്രിഡ്ജിന്റെ ഒരു എൻഡിൽ വെക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്ക് വരുന്നു, അതർ എൻഡിൽ വെക്കുമ്പോൾ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക് വരുന്നു. സോ അവർ കണക്ഷൻ ഈസ് റൈറ്റ്.
ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെ ഒരു എൻഡിൽ നിന്നും ജോക്കി പതുക്കെ മൂവ് ചെയ്യുന്നു. ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ വരുന്നതുവരെ ഇങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ, നൗ ബാലൻസ് ലെങ്ത് 52.5 വന്നപ്പോഴാണ് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ വന്നത്. ദറ്റ് ഈസ് അവർ ബാലൻസിംഗ് ലെങ്ത് ഈസ് 52.5. റെസിസ്റ്റൻസ് ഫ്രം ദി റെസിസ്റ്റൻസ് ബോക്സ്, അത് 1 ഓം ആണ് ആദ്യം എടുത്തത്. സോ 1. ലെങ്ത് AD, മീറ്റർ ബ്രിഡ്ജ് വയറിലെ ലെങ്ത് ദറ്റ് ഈസ് 52.5. Then DC will be 100 minus L, അതായത് 100 minus 52.5, that is 47.5. Okay. ഇനി റെസിസ്റ്റൻസ് R equal to 100 minus L divided by L into R, that is 47.5 divided by 52.5 into 1, that is 0.905. Okay. ഇനി റെസിസ്റ്റൻസ് ബോക്സിലെ 0.5 പ്ലഗ് കീ കൂടെ എടുക്കുന്നു. സെക്കൻഡ് വാല്യൂ 1.5 ആണ് റെസിസ്റ്റൻസ് ബോക്സിൽ ചൂസ് ചെയ്തത്. 1.5. ലെങ്ത് 57.6 ആണ് അപ്പൊ കിട്ടിയത് ബാലൻസിംഗ് ലെങ്ത്. സോ 100 മൈനസ് L വിൽ ബി 42.4. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 100 മൈനസ് L ഡിവൈഡ് ബൈ L ഇൻറ്റു R, അത് 1.1. ഓക്കെ, ഇനി മറ്റൊരു വാല്യൂ റെസിസ്റ്റൻസ് ബോക്സിൽ ചൂസ് ചെയ്യുന്നു. 0.2 പ്ലഗ് കീ കൂടി എടുക്കുന്നു. സോ 1.5, 0.2, ദറ്റ് ഈസ് 1.7. 1.7 അതിന്റെ കറസ്പോണ്ടിങ് ബാലൻസിംഗ് ലെങ്ത്തും അതിന്റെ 100 മൈനസ് L ലെങ്ത്തും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 3 വാല്യൂവിന്റെയും ആവറേജ് ആണ് മീൻ റെസിസ്റ്റൻസ് ഓഫ് R1. അതായത് ഒന്നാമത്തെ വയർ കണക്ട് ചെയ്യുമ്പോഴുള്ള അതിന്റെ റെസിസ്റ്റൻസ്, ഒന്നാമത്തെ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് R1. ഇനി ഒന്നാമത്തെ വയറിന്റെ സ്ഥാനത്ത് സെക്കൻഡ് ഗ്യാപ്പിൽ രണ്ടാമത്തെ വയർ കണക്ട് ചെയ്യുന്നു. ഇതാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ വയർ. ദെൻ അഗെയിൻ ഈ പ്രോസസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3 വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അതിന്റെ 3 ബാലൻസിംഗ് ലെങ്ത്, അതിന്റെ 100 മൈനസ് L, അതിന്റെ റെസിസ്റ്റൻസ് കിട്ടുന്നു. അതിന്റെ ആവറേജ് വാല്യൂ ആണ് R2. ഓക്കെ, അതായത് ഫസ്റ്റ് വയറിന്റെ റെസിസ്റ്റൻസ് R1, സെക്കൻഡ് വയറിന്റെ റെസിസ്റ്റൻസ് R2. ഓക്കെ, ഇനി 2 റെസിസ്റ്റൻസ് വയേഴ്സും സീരീസ് ആയിട്ട് മീറ്റർ ബ്രിഡ്ജിന്റെ രണ്ടാമത്തെ ഗ്യാപ്പിൽ കണക്ട് ചെയ്യുന്നു. 2 വയറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് 3 വാല്യൂ ഓഫ് ബാലൻസിംഗ് ലെങ്ത് ഇവിടെ കിട്ടുന്നു, റെസിസ്റ്റൻസ് ഇവിടെ കിട്ടുന്നു. അതിന്റെ ആവറേജ് വാല്യൂ ആണ് RS. ഓക്കെ, അതായത് R1 റെസിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് വയർ, R2 റെസിസ്റ്റൻസ് ഓഫ് ദി സെക്കൻഡ് വയർ, RS ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ഇൻ സീരീസ്. ഓക്കെ, ഫോർ ദി കാൽക്കുലേഷൻ രീതിയിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RS വിൽ ബി R1 പ്ലസ് R2. ഇതാണ് സീരീസ് കോമ്പിനേഷനിലെ വാല്യൂ. സോ ഇവിടെ എക്സ്പെരിമെന്റലി നമുക്ക് R1, R2 ആൻഡ് RS കിട്ടിയിട്ടുണ്ട്. സോ എക്സ്പെരിമെന്റലി RS വിൽ ബി ഈക്വൽ ടു ദിസ് വാല്യൂ, ഇതിന്റെ ആവറേജ് വാല്യൂ. ഇൻ കാൽക്കുലേഷൻ RS മീൻസ് R1 പ്ലസ് R2. ഓക്കെ, സോ ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. RS വിൽ ബി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R1 പ്ലസ് R2. അതായത് എക്സ്പെരിമെന്റലി വി പ്രൂവ് ദ ലോ ഓഫ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. Now the result, within the limits of experimental error, experimental and theoretical values of RS are same. Hence, the law of resistances in series is verified.